ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. രാജ്യത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കരട് പട്ടികയിലെ തിരുത്തലുകൾക്കായി അനുവദിച്ചിരുന്ന സമയപരിധി നീട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളം, തമിഴ്നാട്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങൾക്കാണ് ഈ മാസം 30 വരെ സമയപരിധി നീട്ടി നൽകിയത്. കേരളത്തിൽ കരട് പട്ടിക ഇക്കഴിഞ്ഞ ഡിസംബർ 23-നാണ് പ്രസിദ്ധീകരിച്ചത്. തിരുത്തലുകൾക്കുള്ള കാലയളവ് ഈ മാസം 22 വരെയായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ഇന്ന് ഇന്ത്യ സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ഇന്ത്യ UAE സമഗ്ര പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഈ മാസം 28-ന് ആരംഭിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമാവുക. ഫെബ്രുവരി 1-നാണ് കേന്ദ്ര ബജറ്റ്. ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ ഈ മാസം 29-ന് പാർലമെന്റിൽ സമർപ്പിക്കും. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനം ആരംഭിക്കുക. ഈ മാസം 29-ന് ധനമന്ത്രി KN ബാലഗോപാൽ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കും. മാർച്ച് 26 വരെ 32 ദിവസമാണ് സഭ സമ്മേളിക്കുക. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ സ്ഥാപക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൃഢനിശ്ചയം ഉയർത്തിപ്പിടിക്കുന്നവർക്ക് രാജ്യം അഭിനന്ദനം അറിയിക്കുന്നുവെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ജീവൻ സംരക്ഷിക്കുവാനും ആശ്വാസം നൽകുവാനും ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ പ്രത്യാശ പകരാനും NDRF ഉദ്യോഗസ്ഥർ അക്ഷീണം പ്രവർത്തിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കേരള കുംഭമേള എന്ന് വിശേഷിപ്പിക്കുന്ന പ്രഥമ മഹാമാഘ മഹോത്സവം ഇന്നു മുതൽ ഫെബ്രുവരി 3 വരെ തിരുനാവായയിൽ നടക്കും. മാഘഗുപ്ത നവരാത്രി ആരംഭദിനമായ ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ധ്വജാരോഹണം നടത്തി മേള ഉദ്ഘാടനം ചെയ്യും. പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ 86ാമത് അഖിലേന്ത്യാ സമ്മേളനം ഇന്ന് ഉത്തർപ്രദേശ് നിയമസഭയിൽ ആരംഭിക്കും. ലോക്സഭാ സ്പീക്കർ ഓം ബിർള സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. 3 ദിവസത്തെ സമ്മേളനത്തിൽ നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ, സഭയുടെ നടത്തിപ്പ് തുടങ്ങിയവ ചർച്ച ചെയ്യും. ഈ മാസം 21-ന് സ്പീക്കർ ഓം ബിർളയുടെ സമാപന പ്രസംഗത്തോടെ സമ്മേളനം അവസാനിക്കും. സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം കേന്ദ്രം ഇന്ന് കൊട്ടാരക്കരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. ധനമന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ ജെ ചിഞ്ചുറാണി, KB ഗണേഷ് കുമാർ എന്നിവരും പങ്കെടുക്കും. സംസ്ഥാന ക്ഷീര കർഷക സംഗമം പടവ് 2026 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യും. ഇന്നലെ ആരംഭിച്ച സംഗമത്തിന്റെ ഭാഗമായി ആശ്രാമ മൈതാനത്ത് ഒരുക്കിയ കേരള ഡയറി എക്സ്പോയുടെ ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയ കണ്ണൂർ ജില്ലാ ടീമിന് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് സ്വീകരണം നൽകും. ഉച്ചയ്ക്ക് 2 മണിക്ക് കണ്ണൂർ ജില്ലാ അതിർത്തിയായ മാഹിയിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സംഘത്തെ വരവേൽക്കും. കണ്ണൂർ ടൌൺ സ്ക്വയറിൽ നൽകുന്ന സ്വീകരണ പരിപാടിയിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും. ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള വനിതാ കമ്മീഷൻ നടപ്പാക്കുന്ന പറന്നുയരാം കരുത്തോടെ എന്ന ബോധവൽക്കരണ പരിപാടിക്ക് ഇന്ന് തുടക്കമാകും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം വൈലൂപ്പിള്ളി സംസ്കൃതി ഭവനിൽ മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. മന്ത്രിമാരായ ശ്രീമതി ആർ ബിന്ദു, ശ്രീമതി ജെ ചിഞ്ചുറാണി എന്നിവർ പങ്കെടുക്കും. ക്യാമ്പയിൻ അംബാസഡറായി നടി മഞ്ജു വാര്യരും എത്തും. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സവിശേഷ കാർണിവൽ ഓഫ് ദി ഡിഫറന്റ് എന്ന പേരിൽ ഭിന്നശേഷി സർഗോത്സവം സംഘടിപ്പിക്കുന്നു. ഇന്ന് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു നിർവഹിക്കും. ജനുവരി 21 വരെയാണ് പരിപാടി. സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 25-ന്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1801178000 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ ഈ മാസം 23 വരെ അറിയിക്കാം. ശബരിമലയിൽ മകരവിളക്ക് കാലത്തെ തീർത്ഥാടകർക്കുള്ള ദർശനം ഇന്ന് അവസാനിക്കും. ഇന്ന് വൈകിട്ട് 6 വരെ പമ്പയിൽ എത്തുന്ന തീർത്ഥാടകരെ മാത്രമേ ദർശനത്തിനായി സന്നിധാനത്തേക്ക് പോകാൻ അനുവദിക്കൂ. നാളെ രാവിലെ 6:30-ന് പൂജകളും ചടങ്ങുകളും പൂർത്തിയാക്കി നട അടയ്ക്കും. ഇന്നലെ രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിലുള്ള കളഭാഭിഷേകം നടന്നു. കണ്ണൂർ കേളകം കരിയംകാപ്പ് മേഖലയിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വനം വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ സ്ഥാപിച്ച CCTV ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യം പതിഞ്ഞത്. കാട് പിടിച്ച് കിടക്കുന്ന പറമ്പുകൾ അടിയന്തരമായി വെട്ടിത്തെളിക്കാൻ ഉടമകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധികാരികളും തയ്യാറാകണമെന്ന് വനം വകുപ്പ് ആവശ്യപ്പെട്ടു. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ റൌണ്ടിനായി കേരള ടീം ഇന്ന് അസമിലേക്ക് പുറപ്പെടും. പഞ്ചാബിനെതിരെ ഈ മാസം 22-നാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. ഡിസംബറിൽ ആരംഭിച്ച് കണ്ണൂരിലും വയനാട്ടിലുമായി നടന്ന പരിശീലന ക്യാമ്പിൽ മികവ് തെളിയിച്ച 22 പേരാണ് അന്തിമ ടീമിൽ ഉള്ളത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.